ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ ക്ലോത്തിങ് ആയിട്ടും ജ്വല്ലറി ഒക്കെ ആയിട്ടും ഓൺലൈൻ ബിസിനസ്സുകാരുടെ ചാകരയാണ്. അപ്പോൾ ഞാനൊരു ചെറിയൊരു ഓൺലൈൻ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ട്രേഡ് മാർക്ക് ലൈസൻസ് എടുത്തു. മെയിനായിട്ട് ഞാൻ പർച്ചേസ് പോലും ചെയ്ത് തുടങ്ങിയില്ല, അതിന് മുമ്പ് തന്നെ ട്രേഡ് മാർക്ക് ലൈസൻസ് എടുത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ആൾക്കാർ ഇപ്പം ഇതിനകത്ത് ഓൺലൈൻ സ്റ്റാർട്ടിങ് ചെയ്തിട്ട് ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കൊണ്ടുവന്ന് അത്യാവശ്യം കുഴപ്പമില്ല സെയിലും കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഇവരുടെ ബ്രാൻഡ് നെയിം നഷ്ടപ്പെടുന്നു. അതായത് മറ്റൊരാൾ ആ പേരിൽ ഒരു ബ്രാൻഡ് തുടങ്ങി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ പേര് കൊണ്ട് യൂസ് ഇല്ല. അതുകൊണ്ടാണ് അതിന് ട്രേഡ് മാർക്ക് ലൈസൻസ് എടുക്കുന്നത്. അപ്പം പ്രോപ്പർലി ട്രേഡ് മാർക്ക് ലൈസൻസ് ഞാൻ ഇവിടെ നിന്നാണ് എടുത്തത്. നോർമലി ഇപ്പോൾ ഒത്തിരി കാണുന്നുണ്ട് ആട് 900 രൂപയ്ക്ക് ട്രേഡ് മാർക്ക്, 500 രൂപയ്ക്ക് ട്രേഡ് മാർക്ക്, ഇതൊന്നും കിട്ടില്ല. ഞാൻ ട്രേഡ് മാർക്ക് ലൈസൻസ് എടുത്തത് പാലക്കാടുള്ള ടാക്സ് ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഒരു ഏജൻസി മുഖാന്തരമാണ്. എനിക്കൊരു 8000 രൂപയോളം ഇതിനെ ചെലവുകളെല്ലാം കൂടെ വന്നു. അതായത് 4500 രൂപ നമ്മൾ ഗവൺമെൻറ്റോട് അടയ്ക്കുന്ന ഫീസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ അവരുടെ ഏജൻസി ഫീസ് വരുന്നുണ്ട്. അതുപോലെ നമ്മൾ സ്റ്റാമ്പ് പേപ്പർ 600 രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ മേടിച്ച് അതിലാണ് നമ്മൾ പ്രിൻറ്റ് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ ഒരു 8000 സംതിങ് രൂപ നമുക്ക് ഇതിനകത്ത് ടോട്ടൽ എക്സ്പെൻസ് എനിക്കായി.